യേശുവിൽ പ്രിയപ്പെട്ടവരെ, പാരീസ് ഒളിമ്പിക്സ് തുടങ്ങിക്കഴിഞ്ഞു. മറ്റുള്ളവരെക്കാൾ കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനം, ഗോൾഡ് മെഡൽ കരസ്ഥമാക്കാൻ ഓരോരുത്തരും ശ്രമിക്കുകയാണ്. അതിനായി മത്സരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നത് അവൻ വളരണം, അവൻ വലുതാകണം, മറ്റുള്ളവർ ചെറുതാകണം, കുറയണം എന്നൊക്കെയാണ്. ജീവിത മത്സരത്തിലും ഈ ഒരു മനോഭാവം പലരും വെച്ച് പുലർത്താറുണ്ട്. തങ്ങൾ വലിയവരാകാൻ വേണ്ടി മറ്റുള്ളവർ കുറഞ്ഞണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിലും ചിലപ്പോഴൊക്കെ പൈശാചിക ചിന്തയും കടന്നു വരാം. മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് സ്വയം വളരാൻ, നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മനോഭാവമാണ് സമഭാവനയുടെ, എല്ലാവരും ഒന്നിച്ച് വളരണമെന്ന് ആഗ്രഹിക്കുന്ന മനോഭാവം. മാനസിക വൈകല്യമുള്ളവരുടെ ഓട്ടമത്സരം നടക്കുമ്പോൾ ഓട്ടത്തിനിടയിൽ ഒരാൾ വീണപ്പോൾ മുന്നേ ഓടിയവരും കൂടെ പുറകോട്ട് വന്ന് അവനെയും കൂടെ താങ്ങി പിടിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്ത ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ ഒരു മനോഭാവമാണ് സമഭാവനയുടെ മാനുഷിക ഭാവം. ഇനി അതിനപ്പുറത്തേക്ക് ദൈവികമായ ഒരു ഭാവമുണ്ട്. ഇന്നത്തെ വചനത്തിൽ നാം കാണുന്നത് പോലെ ഈശോയെ പറ്റി സ്നാപക യോഹന്നാൻ പറഞ്ഞത്, അവൻ വളരണം, ഞാൻ കുറയണം. മറ്റുള്ളവർ വളരാൻ, മറ്റുള്ളവർ ഒന്നാമതായി തീരാൻ വേണ്ടി ഞാൻ ചെറുതാകണം, ഞാൻ ഇല്ലാതായി തീരണം. അങ്ങനെ മറ്റുള്ളവർ വളരട്ടെ എന്ന് ചിന്തിക്കുന്ന വളരെ വളരെ വിശാലമായ ദൈവികമായ മനോഭാവം. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.